മെക്കാനിക്കൽ 4ാം സെമസ്റ്ററിൽ പഠിക്കുന്ന ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ് എന്ന സബ്ജക്റ്റിൻ്റെ ഒരു സ്റ്റഡി സീരീസാണ് നമ്മൾ ഈ ഒരു വീഡിയോയോട് കൂടി തുടങ്ങി വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം മൊഡ്യൂൾ 1-ലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ ജസ്റ്റ് വീഡിയോയിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യം, ഡിഫറൻഷിയേറ്റ് ദ മാസ് ഡെൻസിറ്റി ആൻഡ് ദ വെയിറ്റ് ഡെൻസിറ്റി, ഹൗ ഈസ് ഇറ്റ് കണക്റ്റഡ് വിത്ത് സ്പെസിഫിക് ഗ്രാവിറ്റി. അപ്പോൾ നമ്മൾ മാസ് ഡെൻസിറ്റിയും വെയിറ്റ് ഡെൻസിറ്റിയും എന്താണ് തമ്മിൽ മാറ്റം എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയേണ്ടത്. മാത്രമല്ല അത് സ്പെസിഫിക് ഗ്രാവിറ്റിനോട് എങ്ങനെയാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതോടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ എങ്ങനെയാണ് വരുന്നത് നോക്കാം. നമ്മൾ ഈ ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് പ്രോപ്പർട്ടീസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രോപ്പർട്ടീസിൽ ഫസ്റ്റ് തന്നെ നമ്മൾ പഠിക്കുന്ന സംഭവമാണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഈ ഡെൻസിറ്റീനെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് മാസ് ഡെൻസിറ്റി അഥവാ റോ എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, അല്ലേ. അപ്പോൾ ഈ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി? ദ ഡെൻസിറ്റി ഓഫ് എ ഫ്ലൂയിഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ദ മാസ് ഓഫ് ദ ഫ്ലൂയിഡ് ടു ഇറ്റ്സ് വോളിയം, അല്ലേ. മാസ് ബൈ വോളിയം എന്ന് പറയുന്ന ആ റിലേഷനെയാണ് ആക്ച്വലി നമ്മൾ എന്തെന്ന് പറയുന്നത്, അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. മാത്രമല്ല അത് ഡിനോട്ട് ചെയ്യുന്നത് റോ വെച്ചിട്ടാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ റോ വെച്ച് ഡിനോട്ട് ചെയ്യുന്ന മാസ് ഡെൻസിറ്റീൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? മാസ് കിലോഗ്രാമിലും വോളിയത്തിൻ്റെത് മീറ്റർ ക്യൂബിലും. അപ്പോൾ ടോട്ടലി നമ്മൾ മാസ് ബൈ വോളിയം എന്നുള്ളതിനെ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മൾ മാസ് ഡെൻസിറ്റി അഥവാ ഡെൻസിറ്റീനെ കുറിച്ചാണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് മാസ് ഡെൻസിറ്റിയും വെയിറ്റ് ഡെൻസിറ്റിയും തമ്മിലുള്ള ഒരു വ്യത്യാസമായിരുന്നു. അപ്പോൾ വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറയുന്നതിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് സ്പെസിഫിക് വെയിറ്റ്, അല്ലേ. സ്പെസിഫിക് വെയിറ്റ് എന്നുകൂടെ നമ്മൾ ഈ വെയിറ്റ് ഡെൻസിറ്റീനെ പറയാറുണ്ട്. അപ്പോൾ വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ബൈ വോളിയം ആണ് മാസ് ഡെൻസിറ്റി എങ്കിൽ വെയിറ്റ് ബൈ വോളിയം ആണ് വെയിറ്റ് ഡെൻസിറ്റി. ഓക്കെ, അപ്പോൾ ഞാൻ ആ റിലേഷൻ ഒന്നുകൂടെ ഒന്ന് പറയുകയാണ്. നമ്മൾ ഫസ്റ്റ് ഡെൻസിറ്റി പഠിച്ചപ്പോൾ അഥവാ മാസ് ഡെൻസിറ്റി പഠിച്ചപ്പോൾ മാസ് ബൈ വോളിയം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വെയിറ്റ് ഡെൻസിറ്റിയിൽ വെയിറ്റ് ബൈ വോളിയം ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ടു ഇറ്റ്സ് വോളിയം. ഓക്കെ, അപ്പോൾ വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ടു ഇറ്റ്സ് വോളിയം ആണ്, ആ റേഷ്യോനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അതിൻ്റെ വെയിറ്റ് ഡെൻസിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളതിനെ പറയുന്ന മറ്റൊരു പേരും കൂടെ പറഞ്ഞു, സ്പെസിഫിക് വെയിറ്റ് എന്നുകൂടെ പറയാറുണ്ട്. ദെൻ ഇറ്റ് ഡിനോട്ടഡ് ബൈ സ്മോൾ ലെറ്റർ ഡബ്ല്യു, അല്ലേ. ഒമേഗ അഥവാ സ്മോൾ ഡബ്ല്യു ആയിട്ട് രണ്ട് രീതിയിലും ഇൻഡിക്കേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ സ്മോൾ ഡബ്ല്യു വെച്ചിട്ടാണ് അത് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ വെയിറ്റ് ബൈ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്, അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു ഇക്വേഷനാക്കി നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. അതുവഴി വോളിയം ചെയ്ത് കഴിഞ്ഞാൽ മാസ് ബൈ വോളിയത്തിന് നമുക്ക് റോ എന്ന് പറയാൻ പറ്റും. ദെൻ ജി മാത്രം സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വെയിറ്റ് ഡെൻസിറ്റിക്ക് രണ്ട് ഇക്വേഷൻ, ഒന്നുകിൽ വെയിറ്റ് ബൈ വോളിയം എന്നുള്ള ഇക്വേഷനും എഴുതാം, അല്ലെങ്കിൽ റോ ഇൻറ്റു ജി എന്ന ഇക്വേഷനും എഴുതാം എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് ഇത് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ മാസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ബൈ വോളിയം, വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ബൈ വോളിയം. ഓക്കെ, ഇനി സ്പെസിഫിക് ഗ്രാവിറ്റിനോട് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു റിലേഷൻ എന്നുള്ളത് കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് റിലേറ്റീവ് ഡെൻസിറ്റി. ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ സ്മോൾ ലെറ്റർ എസ് ആണ്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വെയിറ്റ് ഡെൻസിറ്റി ഓഫ് എ ഫ്ലൂയിഡ് ടു വെയിറ്റ് ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് അഥവാ ഡെൻസിറ്റി ഓഫ് എ ഫ്ലൂയിഡ് ടു ഡെൻസിറ്റി ഓഫ് എ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. അപ്പോൾ നമ്മൾ ഡെൻസിറ്റിയുടെ ടേമിലാണ് പറയുന്നതെങ്കിൽ അതിനെ ഡെൻസിറ്റി എന്ന് തന്നെ, ഇപ്പോൾ നമ്മൾ എസ് ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി എസ് വെച്ചാണ് മെൻഷൻ ചെയ്യുന്നത്. എസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് എ ഫ്ലൂയിഡ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് എ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡായിട്ട് നമ്മൾ കോമൺ ആക്കി എടുക്കുന്നത് വാട്ടർ ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്, അല്ലേ. വാട്ടറാണ് നമ്മൾ കോമൺ ആയിട്ട് എടുക്കുന്ന സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. അപ്പോൾ നമ്മൾ ഈ സ്പെസിഫിക് ഗ്രാവിറ്റീനെ ഒന്നുകിൽ ഡെൻസിറ്റി എന്നുള്ളതിൻ്റെ ടേമിലും എഴുതാൻ പറ്റും, അതല്ലെങ്കിൽ വെയിറ്റ് ഡെൻസിറ്റി എന്നുള്ള ടേമിലും നമുക്ക് എഴുതാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു മാസ് ഡെൻസിറ്റിയും വെയിറ്റ് ഡെൻസിറ്റിയും അതുപോലെ തന്നെ സ്പെസിഫിക് ഗ്രാവിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്നുള്ളത് ബേസിക് ആയിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പെസിഫിക് ഗ്രാവിറ്റീനെ പറയുന്ന മറ്റൊരു പേര് റിലേറ്റീവ് ഡെൻസിറ്റി എന്നുകൂടെ ഉണ്ട് എന്നുള്ളത് ഓർമ്മയിൽ വെക്കണം. മാത്രമല്ല
ഈ സ്പെസിഫിക് ഗ്രാവിറ്റി ഇറ്റ്സ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി അല്ലേ? ഇതിന് ഡയമെൻഷൻ ഉണ്ടായിരിക്കില്ല. കാരണം എന്താണ്? മുകളിലും ഡെൻസിറ്റിയാണ്, താഴെയും ഡെൻസിറ്റിയാണ്. അപ്പോൾ യൂണിറ്റ്ലെസ് ആണത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല ഇത് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ സ്മോൾ ലെറ്റർ എസ് ആണ് എന്നുള്ളത് കൂടെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഡെൻസിറ്റി ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ബേസ്ഡ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ.